നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. കോർപ്പറേഷനിൽ മേയറായിട്ട് വി രാജേഷിനെ ഇന്ന് ഔദ്യോഗികമായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. MR ഗോപനാണ് പേര് നിർദ്ദേശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വിജി ഗിരികുമാർ ഇതിനെ പിന്താങ്ങുകയായിരുന്നു. 51 വോട്ടുകൾ നേടിക്കൊണ്ടാണ് വി രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം മേയർ കസേരയിലേക്ക് വന്നിരിക്കുന്നത്. 50 BJP അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകൾ നേടിക്കൊണ്ട് വി രാജേഷിന് വിജയം ഉറപ്പ് നൽകുകയായിരുന്നു. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള RP ശിവജിക്ക് 29 വോട്ടുകളാണ് ലഭിച്ചത്. UDFന്റെ KS ശബരിനാഥന് 17 വോട്ടുകൾ ലഭിച്ചു. കോൺഗ്രസിന്റെ 2 വോട്ട് അസാധുവായിട്ടുണ്ട്. ഒപ്പ് ഇട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായതെന്നാണ് വിവരം. KR ക്ലീറ്റസ്, ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായതെന്നാണ് സൂചന. ക്ലീറ്റസ് കൗൺസിലിലെ മുതിർന്ന അംഗം കൂടെയാണ്. എന്തായാലും NDA 50, LDF 29, UDF 19, മറ്റുള്ളവർ 2 എന്നിങ്ങനെ കോർപ്പറേഷനിലെ കക്ഷി നിലയിൽ നിൽക്കുമ്പോൾ വലിയ വിജയമാണ് ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നത്. പാറ്റൂരിൽ നിന്നും ജയിച്ച സ്വതന്ത്രൻ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനിലേക്ക് BJP ഭരണത്തിലേറാൻ സാധ്യതയേറുന്നു. പിന്നീട് അത് ഇപ്പോൾ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിഴിഞ്ഞം വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതുമുണ്ട്. അടുത്ത 5 വർഷം കഴിയുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ വികസനം എത്തുന്ന 3 നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നാണ് അധികാരമേറ്റതിന്റെ ആദ്യ പ്രതികരണമായിട്ട് മറുപടിയായിട്ട് വി രാജേഷ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ കൗൺസിൽ സ്ഥാനമേറ്റു. അതിനുശേഷം ആദ്യമായി നമ്മുടെ സമൂഹത്തിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനങ്ങൾക്ക് അവരുടെ ചികിത്സ, അവരുടെ ആരോഗ്യ പരിരക്ഷണം ഇവയൊക്കെയായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വയോമിത്രം പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 55 വാർഡുകളിലാണ് കോർപ്പറേഷൻ ഈ പരിപാടി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ബാക്കി വാർഡുകളിലും കൂടി വരുന്ന ദിവസങ്ങൾ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഈ വാർഡുകളിലേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് ആദ്യമായി ഒപ്പിട്ട ഫയൽ. സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ അത് മുൻഗണന നൽകിക്കൊണ്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കൗൺസിൽ പാസ്സാക്കിയതാണ്, ആ ഫയലാണ് ഒപ്പിട്ടത്. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ. അത് ഒറ്റ വാക്കിൽ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചപ്പോൾ, ഇപ്പോൾ തൊട്ടു മുമ്പ് സത്യപ്രതിജ്ഞയുടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വീടും സ്ഥലവുമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന കോർപ്പറേഷൻ്റെയും സാധ്യമാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം നേരത്തെ ഞങ്ങൾ പലതവണ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മെഡിക്കൽ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം, IT മേഖല, ഈ 4 മേഖലയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിന്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ വിയോജിപ്പിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ ഒരാളോടും യാതൊരു തരത്തിലുള്ള വിവേചനവും ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. അതിന് നരേന്ദ്രമോദിയാണ് മാതൃക. മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു പറഞ്ഞു. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അദ്ദേഹത്തോട് നല്ലൊരു ഭരണ സംവിധാനം കൊണ്ടുപോകാനുള്ള പിന്തുണ ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. BJPയുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ ആദ്യ പടിയാണ് എന്നും ഇനി അങ്ങോട്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമെന്നും വികസനമാണ് ലക്ഷ്യം, അതിൽ തിരുവനന്തപുരത്തുകാർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുമ്മനം രാജശേഖരൻ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്.
കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഈ നഗരസഭയുടെ ചുക്കാൻ പിടിക്കാൻ NDAയുടെ പ്രതിനിധിയായി VV രാജേഷ് ചുമതലയേൽക്കുന്നു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു വ്യതിയാനത്തിനും അതുപോലെ തന്നെ പരിവർത്തനത്തിനും ഇട നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തലസ്ഥാന നഗരിയിൽ ഭരണത്തിലെത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണത്തിലേക്കുള്ള പടിവാതിൽ തുറക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിയോഗം വാസ്തവത്തിൽ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്തു പകരുന്നതാണ്. കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ്. ഇടതുപക്ഷവും അതുപോലെ UDFും ഈ കേരളത്തിൽ കെട്ടിപ്പൊക്കിയ സാങ്കല്പികങ്ങളായ ജനവിരുദ്ധങ്ങളായ നയപരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും ഏൽക്കുന്ന ഏറ്റവും വലിയ കനത്ത ആഘാതമാണ്. ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിൽ ഇനി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നത് NDAക്ക് മാത്രമാണ്. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഇവിടെ അഴിമതിയില്ലാത്ത ഒരു സംശുദ്ധമായ ഒരു സദ്ഭരണത്തിന് തുടക്കം കുറിക്കാൻ തീർച്ചയായും ഈ പുതിയ ഭരണകൂടത്തിന്, ഈ നഗരസഭയുടെ ഭരണാധികാരികൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി MP-യും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു വിജയത്തിൽ, അതായത് BJPയുടെ തിരുവനന്തപുരത്തെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയും തിരുവനന്തപുരം അങ്ങോട്ട് എടുത്തു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. വളരെയധികം സന്തോഷത്തോടെ ഈ വിജയത്തെ നോക്കിക്കാണുന്നുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. തീർച്ചയായിട്ടും അല്ലേ, കേരളത്തിന് തന്നെ അഭിമാനകരമായ നിമിഷമാണ്. തിലകമണിയും എന്നത് വിശ്വാസമായിരുന്നു, ഉറപ്പായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം സംഭവിക്കുന്നത്, കഴിഞ്ഞ വർഷം ഒരുപക്ഷെ സംഭവിക്കാത്തതിന് നടന്ന ചില അപകടാവസ്ഥകളുണ്ടായിരുന്നു. അത് ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയ ഒരു കൗണ്ടറിങ് സച്ച് അനോമലീസ്, ആ തത്വത്തിൽ നമുക്കിത് എഫക്റ്റീവായിട്ട് വിജയമാക്കി തീർക്കാൻ സാധിച്ചു. കേരളത്തിലെ എല്ലാ BJP പ്രവർത്തകർക്കും ആവേശം നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും. In English, Prime Minister Modi will be coming here in the within the next 45 days. That is definite. He is promised. He is promised. He will be coming. He will come. He shall come. All right. Thank you. അതേസമയം ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് വിജയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും മറുവശത്ത് BJPക്ക് ചില വലിയ കല്ലുകടികൾ ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് CPM ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയാണ്. അതായത് BJP സത്യപ്രതിജ്ഞ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ CPM പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 20ഓളം അംഗങ്ങൾ പല പേരുകളിൽ പ്രതിജ്ഞ ചെയ്തു എന്നത് ചട്ടലംഘനമാണ് എന്നാരോപിച്ചാണ് CPM ഇപ്പോൾ സജീവമായി രംഗത്തുള്ളത്. ഇതിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് വലിയൊരു തിരിച്ചടിയാകുമോ ഇല്ലയോ എന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് ആ രാഷ്ട്രീയ കേരളം. ബലിദാനി പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് SP ദീപക് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ചട്ടപ്രകാരം പ്രതിജ്ഞ എടുത്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണമെന്നും BJP UDF അംഗങ്ങളായ 20 പേർ ചട്ടം ലംഘിച്ചു എന്നുമാണ് ഇതിൽ അദ്ദേഹം പരാതിയായി പറയുന്നത്. വോട്ടെടുപ്പ് നിയമവിരുദ്ധം എന്നും CPM ഈ വിഷയത്തിൽ ആരോപിക്കുകയാണ്. ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നും CPM ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം എന്തായാലും ഇത്തരത്തിൽ പരാതികളും ആശങ്കകളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും VV രാജേഷിന്റെ വിജയം അതുതന്നെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് വിജയാശംസകളൊക്കെ നൽകിയിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഒരു സ്വതന്ത്രൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് തന്നെ രാവിലെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് വിമതനായിട്ടുള്ള സുധീഷ് കുമാറാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ആർക്കും പിന്തുണ നൽകുന്നില്ല എന്നതായിരുന്നു
സുധീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുൻ MLA ആയിട്ടുള്ള KS ശബരിനാഥൻ ആയിരുന്നു UDF സ്ഥാനാർത്ഥിയായുള്ളത്. പുന്നക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള RP ശിവജി ആയിരുന്നു LDFന്റെ മേയർ സ്ഥാനാർത്ഥി. തിരുവനന്തപുരം മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിൽ മുൻ DGP R ശ്രീലേഖയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നും ഇന്ന് വലിയൊരു സംസാര വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അനുനയിപ്പിക്കാൻ കേന്ദ്ര നേതാക്കളടക്കം ശ്രമം നടത്തി എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശ്രീലേഖയെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ ആ ഒരു അവസാന നിമിഷം VV രാജേഷിലേക്ക് പേരെത്തുകയും ഇപ്പോൾ VV രാജേഷ് ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തെ മേയറായിട്ട് സ്ഥാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ വിവാദങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ മേയറുടെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ BJPയിലേക്ക് എത്തിയിട്ടുള്ള ശ്രീലേഖ മേഡത്തിന്റെ അവരെ എങ്ങനെ പാർട്ടി ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ അത് ഏത് രീതിക്കായിരിക്കും പാർട്ടിയിലേക്ക് ഉപയോഗപ്പെടുത്തേണ്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു പ്രതികരണം കൂടെ പാർട്ടി നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് തിരുവനന്തപുരം വലിയ രീതിയിലൊരു ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. BJP ആ ഒരു ആഘോഷത്തിന്റെ ആരവം മുഴക്കി കഴിഞ്ഞു. 40ഓളം വർഷങ്ങൾക്ക് ശേഷം ചെങ്കോട്ട പിടിച്ച BJP തിരുവനന്തപുരത്ത് ഒരു താമര വിരിയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.